السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. صدق الله مولانا العظيم. من أراد إلى رجل يحب الله، من أراد أن ينظر إلى رجل يحب الله بكل قلبه فلينظر إلى سالم. صدق رسول الله. تعصي الإله وأنت تظهر حبه هذا لعمري في الفعال بديع. لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. അർഹമുർറാഹിമായ നാഥ, പാപികളായ പാവപ്പെട്ടവരായ ഞങ്ങളുടെ എല്ലാവരുടെയും സകലമാന പാപങ്ങളും നിന്റെ റഹ്മത്തിൻ്റെ വ്യാപ്തി കൊണ്ട് മഗ്ഫിറത്തിൻ്റെ വിശാലത കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ അറിഞ്ഞ് നിന്നിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തി പരിപൂർണ മുഅ്മിനീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്തു തരണേ നാഥ. നിന്റെ സജ്ജനങ്ങളായ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും നീ ശമനം നൽക്. എല്ലാ പ്രയാസത്തിൽ നിന്നും മോചനം നൽകണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരെ നീ അനുഗ്രഹിക്കണേ നാഥ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഫിർദൗസിൻ്റെ അഹ്ലുകാരായി നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്നേഹിച്ച സജ്ജനങ്ങളായ ദാസന്മാരുടെ ലക്ഷണങ്ങൾ, അടയാളങ്ങളാണ് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു തുടങ്ങിയത്. അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവ രീതികൾ, അടയാളങ്ങൾ അതേതൊക്കെയാണെന്നറിയുമ്പോഴാണല്ലോ അത് തന്നിലുണ്ടോ എന്ന് ഓരോരുത്തർക്കും പരിശോധിക്കാൻ സാധിക്കുക. അതിലൊന്നാമത്തെ അടയാളം, അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട അടയാളം, അവർ മരണത്തിന്റെ കാര്യത്തിൽ ഭയപ്പാടില്ലാത്തവരാണ്. മരണത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ബേജാറുമില്ലാത്ത വിഭാഗമാണവർ. എന്നു മാത്രമല്ല, മരണത്തിന്റെ കാര്യത്തിൽ അവർ സന്തോഷവാന്മാരാണ്. ദീർഘനാൾ സ്നേഹിച്ച് കാണാൻ കൊതിച്ച് കാത്തിരുന്ന ഉടമസ്ഥന്റെ സന്നിധിയിലേക്കുള്ള ഒരു ഉല്ലാസയാത്രയായിട്ടായിരിക്കും ആ വിഭാഗം മരണത്തെ കാണുക. സാധാരണ ആഘോഷവേളകളിൽ നാം ടൂർ പ്രോഗ്രാം വെക്കാറുണ്ട്. ഒരു മാനസികോല്ലാസത്തിനും ഒരു സന്തോഷത്തിനും വേണ്ടിയാണ് അത്തരം യാത്രകൾക്ക് നാം ഒരുങ്ങാറുള്ളത്. ഇതുപോലെ അല്ലെങ്കിലും ഇതിലും ഉപരിയായ ഒരു സന്തോഷമായിരിക്കും മരണയാത്രയെക്കുറിച്ച് അവർ ഓർക്കുമ്പോൾ അവർക്കുണ്ടായിത്തീരുന്നത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകാം. അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച എല്ലാവരും മരണം കൊതിച്ചുകൊണ്ട് മരണത്തെ കാത്തിരിക്കുകയാണ്. മരണത്തെ വെറുക്കുന്ന എല്ലാവരും അല്ലാഹുവിനെ അറിയാത്തവരും സ്നേഹിക്കാത്തവരും ആണ് എന്നതാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന ഒരു ചോദ്യമുണ്ടായേക്കാം. മുഅ്മിനീങ്ങളിൽ ഒരു വിഭാഗം മരണത്തെ വെറുക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ വെറുപ്പിന്റെ കാരണം ന്യായമായ, സത്യമായ ഒരു കാരണമാണ്. സാധാരണ ജനങ്ങൾ മരണത്തെ വെറുക്കുന്നത് രണ്ടു കാരണങ്ങളാലാണ്. കറാഹത്തുൽ മൗതി ഖദ് തകൂനു ലിഹുബ്ബിദ് ദുനിയാ വത്തഅസ്സുഫി അലാ ഫിറാഖിൽ അഹ്ലി വൽ മാലി വൽ ബലദ് വൽ വലദ്. മരണത്തെ മനുഷ്യൻ വെറുക്കുന്നത് രണ്ടു കാരണങ്ങളാലാണ്. അതിൽ ഒരു കാരണം, ഏറിയ കൂറും ജനം മരണത്തെ വെറുക്കുന്നത് ഈ കാരണത്താലാണ്. ലിഹുബ്ബിദ് ദുനിയാ വത്തഅസ്സുഫി അലാ ഫിറാഖിൽ അഹ്ലി വൽ മാലി വൽ വലദ്. ഈ ലോകത്ത് ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. ദുന്യാവിനോടുള്ള സ്നേഹം ശക്തമാണ്. അതോടൊപ്പം സന്താനങ്ങളെയും സമ്പത്തിനെയും വേർപെട്ടു പോകണമല്ലോ എന്ന ദുഃഖം. മരണത്തെ പേടിക്കുന്നതും മരണത്തെ വെറുക്കുന്നതും കൂടുതൽ ആളുകൾ എന്താ? ഈ സൗകര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവൂലല്ലോ, എന്റെ പിള്ളേരെ എനിക്ക് കാണാൻ പറ്റൂലല്ലോ, എന്റെ ഭാര്യയായിട്ടുള്ള സമ്പർക്കം നിലച്ചു പോകുമല്ലോ, ദുന്യാവിലുള്ള സകല ബന്ധങ്ങളും ഛേദിക്കപ്പെടുമല്ലോ. ഇതോർത്തുകൊണ്ടുള്ള ദുഃഖം, ദുന്യാവിനോടുള്ള സ്നേഹം, ഇക്കാരണത്താൽ മരണത്തെ വെറുക്കുന്നു കൂടുതൽ ആളുകളും. വഹാദാ യുനാഫി കമാല ഹുബ്ബില്ലാഹി തആല. ഇക്കാരണത്താൽ, ഈ പറയപ്പെട്ട കാരണത്താൽ മരണത്തെ വെറുക്കുന്നവർ പരിപൂർണമായി അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടില്ല. അല്ലാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ അവർക്ക് ഭൗതികമായ കാര്യങ്ങളോടും ഇവിടെയുള്ള വസ്തുക്കളോടുമാണ് സ്നേഹം. അതുകൊണ്ടാണ് മരണവേർപാടിൽ അവർ ദുഃഖിക്കുന്നത്. അല്ലാഹുവിനെ സ്നേഹമുണ്ട്, ദുന്യാവിനോടും സ്നേഹമുണ്ട്, രണ്ടും കലർന്നിട്ടാണ്. ഇങ്ങനെയല്ലല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അശദ്ദു ഹുബ്ബ് ഉണ്ടാകണമെന്നാണല്ലോ. മറ്റൊന്നിനോടും ഇല്ലാത്ത സ്നേഹം, ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും ശക്തമായ സ്നേഹം റബ്ബു തആലയോട് ഉണ്ടാകണമെന്നതാണ് ഖുർആനിന്റെ അധ്യാപനം. ഖൽബ് നിറയെ അവനെ സ്നേഹിക്കണം. അപ്പോഴാണ് നമുക്ക് യോഗ്യതയുണ്ടാകുക, അപ്പോഴാണ് നാം വളരുക, അപ്പോഴാണ് നാം അല്ലാഹുവിങ്കൽ ഉയരുക, അപ്പോഴാണ് നാം ആത്മീയമായ ഔന്നിത്യങ്ങളിൽ എത്തിപ്പെടുക. ഖൽബ് നിറയെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ച ആൾക്കാണ് അല്ലാഹുവും റസൂലും വിലട്ടത്.
അങ്ങനെയുള്ള ആളുകൾക്കാണ് ദീനിന്റെ കാഴ്ചപ്പാടിൽ വിലയുള്ളത്. ബഹുജന സമക്ഷം അവൻ പട്ടിണിപ്പാവമായിരിക്കാം, അവൻ അപ്രസിദ്ധനായിരിക്കാം, ആർക്കും വേണ്ടാത്തവനായിരിക്കാം, അടിമയായിരിക്കാം. പക്ഷേ അല്ലാഹു വില കൽപ്പിക്കുന്നത് ഖൽബ് നിറയെ അവനോടുള്ള സ്നേഹത്തോടെ ജീവിക്കുന്ന വിഭാഗത്തിനാണ് അല്ലാഹു വിലയിട്ടിട്ടുള്ളത്. ഹദീസിൽ വന്ന ഒരു ചരിത്ര സംഭവം, ഇമാം തൊബറാനി അടക്കമുള്ള അഇമ്മത്ത് രേഖപ്പെടുത്തിയ സംഭവം. ഇന്ന അബാ ഹുദൈഫത റളിയല്ലാഹു അൻഹു ലമ്മാ സവ്വജ ഉഖ്തഹു ഫാത്തിമത മിൻ സാലിമിൻ മൗലാഹു. ഖുറൈശി തറവാട്ടുകാരനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു കുലീന തറവാട്ടുകാരനാണ്, പ്രസിദ്ധനാണ്, സ്വഹാബത്തിലെ പ്രമുഖനാണ്, പ്രധാനിയാണ്. ഈ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തത്, കല്യാണം ചെയ്തു കൊടുത്തത് മിൻ സാലിമിൻ മൗലാഹു, മുൻകാല അടിമയായ വിമുക്ത അടിമയായ സാലിം എന്ന മൗലക്കാണ് കെട്ടിച്ചു കൊടുത്തത്. വിമുക്ത അടിമയ്ക്ക് ഒരു സീറ്റും ഇല്ല അറബികൾക്കിടയിൽ. അവൻ പണ്ട് അടിമയായിരുന്നു, തറവാടിത്തല്ലാത്ത ആളാണ് അവരെ കാഴ്ചപ്പാടിൽ. ഈ ഖുറൈശി തറവാട്ടിലെ പെൺകുട്ടിയെ വിമുക്ത അടിമയായ സാലിമിന് വിവാഹം ചെയ്തു കൊടുത്തപ്പോ അഅതബഹു ഖുറൈശുൻ ഫീ ദാലിക വഖാലു ലഖദ് അൻഗഹത ഉഖൈലതൻ മിൻ നഖായിലി ഖുറൈശിൻ ലിമൗലാ. ഖുറൈശിക തറവാട്ടുകാർക്കിടയിൽ വമ്പിച്ച പ്രതിഷേധവും ഉയർന്നു. എന്തേ പ്രശ്നം എന്താ? അവർ പറഞ്ഞു, ലഖദ് അൻഗഹത ഉഖൈലതൻ മിൻ നഖായിലി ഖുറൈശ്, ഈ ഖുറൈശി ഉന്നത തറവാട്ടിലെ ഒരു പെൺകുട്ടിയെ നീ കെട്ടിച്ചു കൊടുത്തത്, കല്യാണം ചെയ്തു കൊടുത്തത് ലി മൗല, ഒരു വിമുക്ത അടിമക്കാണല്ലോ. അത് നമ്മുടെ കുലീനതയ്ക്കും സംസ്കാരത്തിനും യോജിക്കാത്ത പണിയാണല്ലോ അബൂ ഹുദൈഫ താങ്കൾ ചെയ്തിട്ടുള്ളത്. അവരൊക്കെ കച്ചറുണ്ടാക്കി. ഇന്നത്തെ പോലെ ഒരു കുലീനതയും അല്ലെങ്കിൽ തറവാട്ടുമേന്മയും ഇന്നൊന്നും അതിന് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ മേലെ പറമ്പത്തുകാരനാണെങ്കിൽ നീ ഒന്ന് പോയി പണിയൊക്കെ എന്ന് പറയും. ഇന്ന് അതിനൊന്നും നമ്മുടെ നാട്ടിൽ വലിയ സ്ഥാനമില്ല, അല്ലേ? പക്ഷെ അറബികൾ അങ്ങനെയല്ല. ഇത് വലിയ വിഷയമായി, ചർച്ചാ വിഷയമായി, പ്രതിഷേധം ഇരമ്പിയപ്പോ മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വല്ലാഹി ലഖദ് അൻഗഹതുഹു ഇയ്യാഹാ വഇന്നീ ലഅഅലമു അന്നഹു ഖൈറും മിൻഹാ. നിങ്ങൾ ഇതിന് കച്ചറ ഉണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ എന്റെ സ്വന്തം പെങ്ങളെ, അവൾ തറവാട്ടുകാരിയാണ് എന്ന് എനിക്കറിയാം. എന്റെ പെങ്ങൾ ഫാത്തിമയെ ഞാൻ മൗലയായ സാലിമിന് കെട്ടിച്ചു കൊടുത്തത് വല്ലാഹി ലഅൻഗഹതുഹു, ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാണ്. എന്തുകൊണ്ട്? വഇന്നീ ലഅഅലമു അന്നഹു ഖൈറും മിൻഹാ. അങ്ങനെ ചെയ്യാൻ എനിക്ക് പ്രചോദനമായത്, എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയോ? ഇന്നീ ലഅഅലമു അന്നഹു ഖൈറും മിൻഹാ, എന്റെ പെങ്ങളെക്കാൾ ഉത്തമനായത്, ഉന്നതനായത്, ശ്രേഷ്ഠനായത് സാലിമാണ് എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. എന്ത്? എന്റെ പെങ്ങൾ ഖുറൈശി തറവാട്ടിലെ കുട്ടിയാണ്, അവനോ മുൻകാല അടിമയാണ്. എന്നാൽ എന്റെ പെങ്ങളെക്കാൾ എന്തുകൊണ്ടും മഹാനായവൻ, പ്രത്യേകതയുള്ളവൻ, ഉത്തമനായവൻ സാലിമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് എന്റെ പെങ്ങൾ ഫാത്തിമയെ ഞാൻ സാലിമിന് വിവാഹം ചെയ്തു കൊടുത്തത്. ഫകാന ഖൗലുഹു ദാലിക അശദ്ദ അലൈഹിം മിൻ ഫിഅലിഹി. ഈ വാക്ക് അവരെ വല്ലാതെ ചൊടിപ്പിച്ചു. ഈ പ്രവർത്തനത്തെക്കാൾ അവരിൽ പ്രതിഷേധമുണ്ടാക്കി ഈ സംസാരം. അതങ്ങ് ചെയ്ത് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് അവരെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നത് പോലെയായി. ബോധപൂർവമാണ് ഞാൻ കെട്ടിച്ചു കൊടുത്തത്, എന്റെ പെങ്ങളെക്കാൾ അദ്ദേഹം നല്ലവനാണ്, ഉന്നതനാണെന്ന് പറഞ്ഞപ്പോ ആ വാക്ക് അവരിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കി. അവര് ചോദിച്ചു, വഖാലു കൈഫ വഹിയ ഉഖ്തുക വഹുവ മൗലാക. അതെങ്ങനെ? നിന്റെ പെങ്ങളെക്കാൾ അവൻ ഉന്നതനാകുന്നത് എങ്ങനെ? ഇവൾ ഫാത്തിമ നിന്റെ പെങ്ങളല്ലേ? വഹുവ മൗലാക്ക, അവൻ നിന്റെ മൗലയല്ലേ, വിമുക്ത അടിമയല്ലേ? മൗല പ്രയോഗം നമ്മുടെ അളിയൻ പ്രയോഗം മാതിരിയാണ്, അല്ലേ?
അല്ലേ? എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആളെ ഞാൻ അളിയൻ എന്ന് വിളിക്കും, അങ്ങേര് എന്നെ വിളിക്കുന്നവൻ തന്നെ അളിയൻ. ഇതുപോലെ മൗല എന്ന പ്രയോഗം അറബികൾക്കിടയിൽ അങ്ങനെയായിരുന്നു. യജമാനനും മൗലയാണ്, വിമുക്ത അടിമയും മൗലയാണ്. അത് നിന്റെ മൗലയല്ലേ? എങ്ങനെ അവൻ ഉന്നതനാകുക? നിന്റെ സഹോദരിയേക്കാൾ ശ്രേഷ്ഠനാകുന്നത് എങ്ങനെ? ഈ ചോദ്യത്തിന് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, വ ഇന്നി ലസമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി ഒരിക്കൽ ഈ സാലിമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. സാലിമുള്ള സദസ്സിൽ വെച്ച് പുന്നാര നബി പറഞ്ഞു, മൻ അറാദ അൻ യൻളുറ ഇലാ റജുലിൻ യുഹിബ്ബുല്ലാഹ ബികുല്ലി ഖൽബിഹി, ഹൃദയം നിറച്ച് അല്ലാഹുവോടുള്ള സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഖൽബ് നിറയെ റബ്ബിനോടുള്ള മഹബ്ബത്തുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, റബ്ബിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറച്ച ഒരു മുഅ്മിനിനെ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ, ഫൽ യൻളുർ ഇലാ സാലിം, അവൻ അടിമയാകട്ടെ, അവൻ കുലീന ഇനത്തിൽ പെടാത്ത ആളാകട്ടെ, ജനങ്ങൾക്കിടയിൽ അവൻ നിസാരനാകട്ടെ, ഈ സാലിമിലേക്ക് നോക്കൂ. അവന്റെ ഖൽബിൽ നിറയെ മഹബ്ബത്തുള്ളയാണ്, അതവനുള്ള വിലയാണ്, അതേറ്റവും വലിയ യോഗ്യതയാണെന്ന് ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് പുന്നാര നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പെങ്ങൾക്ക് പറ്റിയ വരനാണ്. അവന്റെ അടുത്തേക്ക് എൻ്റെ പെങ്ങളെ എത്തിയിട്ടില്ല. നിങ്ങൾ ആരെന്തു പറഞ്ഞാലും അവരുടെ നാവിറങ്ങിപ്പോയി. കാരണം അവരൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ തീരുമാനത്തിനെതിരെ സംസാരിക്കാൻ അവരൊരിക്കലും രംഗത്ത് വരില്ല. അപ്പൊ ഇതാണ് സ്ഥാനം. ചുരുക്കത്തിൽ ഖൽബിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അളവനുസരിച്ചായിരിക്കും നമ്മുടെ പാരത്രിക വിജയം. ഖൽബിൽ ദുന്യാവിനോടും ഇവിടെയുള്ള വസ്തുക്കളോടുമുള്ള സ്നേഹത്തിന്റെ തോതനുസരിച്ചായിരിക്കും മരണനേരത്തും തുടർന്നും ശിക്ഷയുണ്ടാവുക. മരണനേരത്ത് കരയുന്നതാരാ? ആരാ കരയുന്നത്? ദുന്യാവിനോ സ്നേഹിക്കുന്ന ആളാ കരയ. ദുന്യാവിനോടുള്ള സ്നേഹത്തിന്റെ ശക്തിക്കനുസരിച്ച് കരച്ചിലിനും വേദനക്കും ശക്തി കൂടും. അങ്ങനെയാണല്ലോ ഉണ്ടാവുക, അല്ലേ? വേർപാടിന്റെ ദുഃഖം ആർക്കാ കൂടുതൽ ഉണ്ടാവുക? ഇതിനോടുള്ള സ്നേഹം കൂടുതലുള്ളവർക്കാണ് വേർപാടിന്റെ ദുഃഖം ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാരണം, മരണത്തിന്റെ കാരണം ഭൗതിക ലോകത്തോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടൊരിക്കലും മരണത്തെ വെറുക്കൂല മുഅ്മിൻ. രണ്ടാമതൊരു കാരണമുണ്ട്. ആ കാരണത്താൽ മുഅ്മിൻ മരണത്തെ വെറുക്കും. ഫഹുവ അൻ യകൂനൽ അബ്ദു ഫി ഇബ്തിദാഇ മഖാമിൽ മഹബ്ബതി, അല്ലാഹനെ സ്നേഹിച്ചും അല്ലാഹനെ മനസ്സിലാക്കിയും ഈമാനിന്റെ മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മുബ്തദി ആണ്, തുടക്കക്കാരനാണ്. നിലവിൽ അയാൾ കുറെ കുഴപ്പമുണ്ടാക്കിയ ആളാണ്, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച ആളാണ്. നന്നാകണമെന്ന മനസ്ഥിതിയോടെ ജീവിച്ച് നന്നാകാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിൻ മരണത്തെ വെറുക്കും. വലൈസ യക്റഹുൽ മൗത, യഥാർത്ഥത്തിൽ ആ മുഅ്മിൻ മരണത്തെ വെറുക്കുന്നില്ല. വഇന്നമാ യക്റഹു തഅജീലഹു ഖബ്ല അൻ യസ്തഇദ്ദ ലിലിഖാഇല്ലാഹി തആല, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യോഗ്യത സമ്പാദിക്കും മുമ്പ് മരിച്ചു പോകുമോ എന്ന പേടിയാണ് ആ മുഅ്മിനിനുണ്ടാവുക. എന്ത്? പടച്ചോനെ, പൂർണ്ണമായി നന്നാകുന്നതിന്റെ മുമ്പ് മരിക്കേണ്ടി വരുമോ? നിന്റെ മുന്നിലേക്ക് വരാനുള്ള യോഗ്യത ഉണ്ടായി കിട്ടും മുമ്പ് ഞാൻ മരിച്ചു പോകുമോ? ഈ പേടി, ഇത് മുഅ്മിന് നല്ലതാണ്, ഇത് ആക്ഷേപാർഹമല്ല. എന്നല്ല, ഈ ചിന്ത ഓരോ മുഅ്മിനിന്റെയും മനസ്സിൽ വേണം. പടച്ചോനെ, നന്നായി കിട്ടുന്നതിന്റെ മുമ്പ് നീ എന്നെ മരിപ്പിക്കരുത് കേട്ടോ. ആ നിലക്ക് മരണത്തെ വെറുക്കുക. അത് മരണത്തോടുള്ള വെറുപ്പല്ല. പിന്നെയോ, നന്നാകും മുമ്പ് മരിക്കൂ എന്നുള്ള പേടിയാ. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാള്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു, ഇങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി വരുന്നു എന്ന വാർത്ത പെട്ടെന്ന് നിങ്ങൾ കേൾക്കുകയാണ്. വീട് സെറ്റപ്പിലല്ല, ഭക്ഷണം അവിടെ റെഡിയല്ല, ഭാര്യ അവളോടക്ക് വിരുന്ന് പോയിട്ടുണ്ട്. ഈ സമയത്താണ് ഇപ്പൊ തന്നെ വരുന്നുള്ള വാർത്ത കേൾക്കുന്ന ആര്? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആള് വരുന്നുള്ളത്. ഇത് കേൾക്കുമ്പോ
ലിയുഹയ്യിഅ ലഹു ദാറഹു വയുഇദ്ദ ലഹു അസ്ബാബഹു. ഇപ്പൊ വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് ആളോട് വെറുപ്പുണ്ടായിട്ടാണോ? അല്ല, സ്നേഹ കൂടുതലുള്ളത് കൊണ്ടാണ്, അല്ലേ? ഇപ്പൊ വരാതിരുന്നെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ടൈം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷത്തോടെ അർഹമായ നിലയിൽ സൽക്കരിക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്നൊരു ചിന്ത വരും. അത് സ്നേഹം കൂടിയത് കൊണ്ടാണ്. അല്ലെങ്കിലോ സ്നേഹം ഇല്ലാത്താണ്, ഭണ്ഡാരക്കാലം കയറി വരട്ടെ, എപ്പോഴാണെങ്കിലും വേണ്ടില്ല, ഉള്ളത് വെച്ചൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ചിന്തിക്കാം, അല്ലേ? അപ്പൊ മരണത്തെ വെറുക്കുന്നത് മരണത്തോടുള്ള വെറുപ്പല്ല, റബ്ബുമായിട്ടുള്ള ലിഖാഇന്റെ യോഗ്യതകൾ ഉണ്ടാകും മുമ്പ്, ഞാൻ നന്നാകുന്നതിന്റെ മുമ്പ് മരിക്കുമോ എന്ന ഭയം. ഇത് സത്യവിശ്വാസികൾക്ക് നല്ലതാണ് എന്നല്ല, അനിവാര്യമാണ്. ഈ നിലയിൽ മരണത്തെ വെറുക്കുന്നവരിൽ ചില അടയാളങ്ങളൊക്കെ ഉണ്ടാവും, സ്വഭാവം ഉണ്ട്. എന്താ? അവര് പെട്ടെന്ന് തൗബ ചെയ്യും, പാപം വരുമ്പോ നോക്കി നിൽക്കൂല, അലസന്മാരാവൂല. ഇതിപ്പോ രണ്ടാമത്തെ കാരണത്താൽ മരണത്തെ വെറുക്കുന്നു പ്രസംഗിച്ചപ്പോ അങ്ങനെ വെറുക്കില്ല, എന്നാ ഞാൻ ആ ഗ്രൂപ്പിലാന്ന് പറഞ്ഞ ആരും സമാധാനിക്കണ്ട. കാരണം ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ കുറ്റങ്ങളിൽ ഒരിക്കലും നിത്യമാവുകയില്ല. വല്ലപ്പോഴും പാപക്കുഴിയിൽ വീണുപോയാൽ തന്നെ വളരെ പെട്ടെന്ന് തൗബ ചെയ്ത് പരിശ്രമത്തിന്റെ, അമലുകളുടെ, ഇബാദത്തിന്റെ, സൽക്കർമ്മങ്ങളുടെ വഴിയിലായിരിക്കും ഈ മനുഷ്യനുണ്ടാകുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാരണം പറഞ്ഞു, അല്ലാഹുവിനെ ഉള്ളറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മുഹിബ് അവന് മരണത്തെ ഭയക്കുകയില്ല, മരണം അവന് സന്തോഷമായിരിക്കും. 2, അയ്യകൂന മുഅ്സിറൻ മാ അഹബ്ബഹുല്ലാഹു തആല അലാ മാ യുഹിബ്ബുഹു ഫീ ളാഹിരിഹി വ ബാത്തിനിഹി. രണ്ടാമത്തെ അടയാളം കേൾക്കണ്ടേ? അള്ളാന്റെ മുഹിബ്ബീങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു അടയാളം അയ്യകൂന മുഅ്സിറൻ മാ അഹബ്ബഹുല്ലാഹു തആല അലാ മാ യുഹിബ്ബുഹു ഫീ ളാഹിരിഹി വ ബാത്തിനിഹി. ഉള്ളുകൊണ്ടും പുറം കൊണ്ടും അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ത്യജിക്കും, ബലി കഴിക്കും. ആത്മാർത്ഥമായി റബ്ബിനെ സ്നേഹിച്ച ആൾക്ക് സ്വന്തം ഒരു ഇഷ്ടം ഉണ്ടാവില്ല, അതെന്റെ ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടമായിരിക്കും അവന്റെ ഇഷ്ടം. അള്ളാഹുവിന്റെ തൃപ്തിക്കും ഇഷ്ടത്തിനും സന്തോഷത്തിനുമപ്പുറം ഈ വ്യക്തിക്കൊരു ഇഷ്ടം ഉണ്ടാവുകയേ ഇല്ല. ഇങ്ങനെയുള്ള ആളുകൾ സൽക്കർമ്മങ്ങൾ, പുണ്യകരമായ കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് റബ്ബുമായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഏതുപോലെ കമാ യത്ലുബുൽ മുഹിബ്ബു മസീദൽ ഖുർബി ഫീ ഖൽബി മഹ്ബൂബിഹി. ഒരു സുഹൃത്ത് തൻ്റെ ആത്മമിത്രം, കൂട്ടുകാരന് ഇഷ്ടപ്പെടുന്ന, സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവർക്കിടയിലെ സ്നേഹബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ, എനിക്കൊരാളോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമാണ്, ആ ആൾക്ക് സന്തോഷമായ, തൃപ്തികരമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഇഷ്ടവും സ്നേഹവും കൂടും. ആ ആള് കൂട്ടുകാരനെ വെറുപ്പിക്കുന്ന പണി ചെയ്താലോ അകലും, അല്ലേ? നല്ലവളായ ഭാര്യ ഭർത്താവിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടുതലായി ചെയ്തിട്ട് അവർക്കിടയിലെ ദാമ്പത്യം ശക്തിപ്പെടുത്തുന്നത് പോലെ റബ്ബിനോടുള്ള സ്നേഹം കൽബിൽ വെച്ചുകൊണ്ട് ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലാക്കിക്കൊണ്ട് റബ്ബുമായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം ശക്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അടുപ്പിക്കാനുള്ള മാർഗം ധാരാളം നന്മകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിച്ചുകൊണ്ടും ത്യജിച്ചുകൊണ്ടുമായിരിക്കും. എനിക്ക് സന്തോഷാണ്, എനിക്കിഷ്ടമാണ്, പക്ഷെ റബ്ബിന് അത്ര ഇഷ്ടമില്ല, എന്നാ എന്റെ സന്തോഷം അങ്ങോട്ട് പോട്ടെ. ഇതാണ് സ്വഹാബത്തിന്റെ ജീവിതം. പരിശുദ്ധ ഖുർആൻ നമുക്കവരുടെ ജീവിതം മാതൃകയായി പറഞ്ഞു തന്നതാണ്. പരാർത്ഥതയുടെ മൂർത്തരൂപങ്ങളായ അൻസാരി സമൂഹം റളിയല്ലാഹു അൻഹും, പരാർത്ഥതയുടെ മൂർത്തരൂപങ്ങൾ, ആത്മാർത്ഥതയുടെ മൂർത്തരൂപങ്ങൾ.
അവർക്ക് സ്വാർത്ഥതയില്ലേയില്ല. അവരുടെ ഇഷ്ടങ്ങളെ റബ്ബിന്റെ ഇഷ്ടത്തിന്, അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവർ ബലി കഴിച്ചവരാണ്. പ്രത്യേകിച്ച് സ്വഹാബത്തിലെ അൻസ്വാരി സമൂഹം. അവരെ ഖുർആൻ വർണ്ണിച്ചല്ലോ. അവർക്കിഷ്ടമുള്ളതൊക്കെ പടച്ചോനെ ഓർത്ത് അവർ ബലി കഴിച്ചു, ത്യജിച്ചു. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم. നബിയും സംഘവും മുഹാജിറുകളായി മക്കയിൽ നിന്നും ഇതര പ്രദേശങ്ങളിൽ നിന്നും മദീനയിൽ ചെന്നെത്തുന്നതിന്റെ മുമ്പ് തന്നെ മദീനയിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്ന വിശ്വാസികളായ സമൂഹം, മുഹാജിറുകളായ ആളുകൾ, അതേ നബിയും സംഘവും മദീനയിലേക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് തന്നെ മദീനക്കാരായ നാട്ടുകാർ, അവിടെ കുടിൽ കെട്ടി താമസിക്കുന്ന വിശ്വാസികൾ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരുടെ നാട്ടിലേക്ക് അതിഥികളായി അഭയാർത്ഥികളായി വന്നെത്തിയ മുഹാജിറുകളായ ഗ്രൂപ്പിനെ അവർ ജീവന് തുല്യം സ്നേഹിച്ചു. അവരെ നാട്ടിൽ വന്നെത്തിയ വിശ്വാസികളെ അവർ സ്നേഹിച്ചു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു. പുറം നാടുകളിൽ നിന്ന് അഭയാർത്ഥികളായി വന്നെത്തിയ മുഹാജിർ സമൂഹം അവർക്ക് തങ്ങളുടെ മണ്ണിൽ കിട്ടിയ സ്വാതന്ത്ര്യവും പ്രത്യേകതയും സമ്മാനങ്ങളും കണ്ടപ്പോ നാട്ടുകാരായ അൻസാരികൾക്ക് അസൂയ തോന്നിയില്ല, മനസ്സിൽ സങ്കോചമുണ്ടായില്ല, മനസ്സിൽ വെറുപ്പുണ്ടായില്ല. ഞങ്ങളെ നാട്ടിൽ വിരുന്നുകാരായി അതിഥികളായി വന്നവർക്ക് ഞങ്ങളെക്കാൾ സീറ്റോ, നിങ്ങള് നമ്മുടെ വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വന്നിട്ട് അവനൊരു പരിധിയും പരിമിതിയൊക്കെ ഉണ്ടോ, അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ അടുപ്പിക്കൂല. നമ്മളെക്കാൾ വലിയ അധികാരവും സ്വാതന്ത്ര്യവും നമ്മുടെ വീട്ടിൽ വന്ന വിരുന്നുകാരനുണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു. മറ്റു നാട്ടിൽ നിന്ന് തങ്ങളുടെ നാട്ടിൽ വന്നെത്തിയ ഈ അതിഥികൾക്ക് തങ്ങളെക്കാൾ സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോ അവരോട് അസൂയ തോന്നിയില്ല, അവർക്ക് കിട്ടിയതിൽ മനസ്സിൽ ആവശ്യമുണ്ടായില്ല. എന്നല്ല, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. മദീനക്കാരായ അൻസാരികൾ അവർക്ക് ആവശ്യമുണ്ടായിട്ടും അവർക്ക് അത്യാവശ്യം ഉണ്ടായിട്ടും ആ അത്യാവശ്യം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നെത്തിയ മുഹാജിറുകളുടെ ആവശ്യം മാനിച്ച വിഭാഗമാണ് അവർ. അല്ലാഹ് പറയാണ്, അവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അള്ളാഹു പറയാൻ, അവരെ പുകഴ്ത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരികയാണ് മാതൃകയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താ അവരെ ചരിത്രം? മദീനയിലേക്ക് ഇന്നും ആ മദീന എത്ര ശാന്തസുന്ദരമാണ്. മക്കയിൽ ഹജ്ജിന് പോയവരോട് ചോദിച്ചാല് എങ്ങനെയുണ്ട്, മദീന എത്ര ശാന്തസുന്ദരമാണ്. ആ മദീന ഒരു റാഹത്ത് തന്നെയാണല്ലേ. മക്കൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ആപേക്ഷികമായി മദീന അതന്നെയാണ് മുന്തിയത്. മുത്തുനബി പറഞ്ഞല്ലോ, ലൗലൽ ഹിജറ ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഈ ഹിജറ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, ഹിജറ ഇല്ലായിരുന്നുവെങ്കിൽ ലകുന്തു റജുലൻ മിനൽ അൻസാർ, ഞാൻ മദീനയിൽ ജനിച്ചു വളരേണ്ട ആളായിരുന്നു. അത്രയും മദീനയോടുള്ള ഇഷ്ടമാണത്. ഈ നാട്ടിലേക്ക് വന്നെത്തിയ വിഭാഗം, അവരെ കണ്ട് മദീന നിവാസികളായ അൻസാരി സമൂഹം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസന്നിധിയിൽ ചെന്ന് ബോധിപ്പിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ വിവിധ ദിക്കുകളിൽ നിന്ന് മുഹാജിറുകൾ വന്നെത്തിയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ തോട്ടങ്ങളിതാ, ഞങ്ങളുടെ കാലിസമ്പത്തുകളിതാ, ഇതൊക്കെ അവർക്കിടയിൽ അങ്ങ് വിഹിതിച്ചു കൊടുത്താലും. നബി പറഞ്ഞു, ഇവർ തോട്ടങ്ങളില്ലാത്ത നാട്ടിൽ നിന്ന് വന്നവരാണ്, അവർക്ക് കൃഷി അറിയില്ല, പലർക്കും കാലികളെ മേക്കാൻ അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുകയല്ലേ നല്ലത്, നിങ്ങളുടെ തോട്ടങ്ങളിൽ നിങ്ങൾ തന്നെ കൃഷി ഇറക്കുക, നിങ്ങളുടെ തോപ്പുകളിൽ നിങ്ങൾ തന്നെ അധ്വാനിക്കുക. വിളവെടുപ്പ് നാളിൽ അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോ ആ ലാഭത്തിൽ നിന്ന് പകുതി കൊടുത്താൽ പോരെ, അതല്ലേ നല്ലത്? ഇത് കേട്ടാൽ ഭൂമി കൊടുത്ത് ഞങ്ങൾ അധ്വാനിക്കുന്നത് പോലെ അവരും അങ്ങോട്ട് അധ്വാനിക്കട്ടെ,
ഇതിങ്ങനെ ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കേ എന്ന മറുചോദ്യം അവർ ഉന്നയിച്ചില്ല. നബി പറഞ്ഞു, തോട്ടം ഇല്ലാത്ത, തോട്ടപ്പണി അറിയാത്ത നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് ഇവർ. അതുകൊണ്ട് നിങ്ങൾ തന്നെ അധ്വാനിക്കുക, നിങ്ങൾ തന്നെ കായ്ക്കനികൾ പറിച്ചെടുക്കുക, അത് വിൽക്കുമ്പോൾ അതിൽ നിന്നൊരു ഫണ്ട് ഈ സഹോദരന്മാർക്ക് കൊടുക്കുകയല്ലേ നല്ലതെന്ന ചോദ്യത്തിന് വഖാലൂ സമിഅനാ വഅത്വഅനാ, ഞങ്ങൾ കേട്ടു നബിയേ, അങ്ങയുടെ ആജ്ഞ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് നബിയേ. ബുഖാരി അല്ലേ? മുഹാജിറുകൾ വിവിധ നാടുകളിൽ നിന്ന് പുണ്യ മദീന നഗരിയിലെത്തിയപ്പോ അധികം വൈകാതെ ഉണ്ടായ ഒരു സംഭവമാണ്. ബനു നളീർ ജൂതരാജ്യം ഇസ്ലാമിന് കീഴ്പ്പെട്ടു. ബനു നളീർ രാജ്യം ഇസ്ലാമിന് കീഴ്പ്പെട്ടപ്പോ കുറെ സ്വത്ത് കിട്ടി, ഗനീമത്ത് സ്വത്ത്. നബി തങ്ങൾ ആ ഗനീമത്ത് സ്വത്ത് മദീനയിലെ പൊതുഖജനാവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, രണ്ട് നിലയിൽ നമുക്കിത് വിഹിതിക്കാം. ഒന്നുകിൽ മുഹാജിറുകൾക്കിടയിലും അൻസാറുകൾക്കിടയിലും തുല്യമായിട്ട് വിഹിതിക്കാം, ഒന്നുകിൽ അല്ലെങ്കിൽ മദീനക്കാരായ നിങ്ങൾക്കാണ് കൂടുതൽ ഇതിന് അധികാരമുള്ളത്, നിങ്ങളുടെ നാട്ടിലെ സ്വത്താണിത്. മാത്രല്ല, നിങ്ങളാണ് ഈ നാട്ടില് നിങ്ങളുടെ സ്വത്ത് മുഴുവൻ മുഹാജിരീങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് എടുത്തിട്ട് ബാക്കി ശത്രുക്കൾ ഇട്ടേച്ചു പോയ സ്വത്ത് മുഹാജിറുകൾക്കും കൊടുക്കാം. അവര് പറഞ്ഞു, യാ റസൂലല്ലാ, വേണ്ട നബിയെ, അങ്ങ് ഈ യുദ്ധാനന്തര സ്വത്ത് മുഴുവൻ ഈ പാവപ്പെട്ട ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഞങ്ങളുടെ നാട്ടിലെത്തിയ ഈ മുഹാജിറുകൾക്ക് കൊടുക്കൂ നബിയെ എന്നവർ പറഞ്ഞപ്പോ ഇവരുടെ പ്രഖ്യാപനം കേട്ട് സിദ്ദീഖുൽ അക്ബർ പുണ്യ നബിയുടെ ഉറ്റ തോഴൻ പറഞ്ഞു, ജസാകുമുല്ലാഹു ഖൈറാ, ജസാകുമുല്ലാഹു യാ മഅ്ശറൽ അൻസാരി ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഖൈർ ചൊരിച്ചു തരും. നിങ്ങൾ ആരാ? ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണല്ലോ. അവർ ഹിജറ വന്നെത്തിയ അധിക കാലമായില്ല, ബഹ്റൈനി ഇസ്ലാമിന് കീഴ്പ്പെട്ടു. ബഹ്റൈനി പ്രദേശം ഇസ്ലാമിന് കീഴ്പ്പെട്ടപ്പോ അപ്പൊ നബി മനസ്സിലൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? എത്രയാണ് ഈ നാട്ടുകാര്, മദീനക്കാർ, അൻസാറുകള് പുറത്തുനിന്ന് വന്ന ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നത്? അവർ വെറും കൊടുക്കാനുള്ള ആളുകളാണ്, അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ബഹ്റൈനിയിലെ വിമുക്ത ഭൂമി, ഇവിടെ ഇഷ്ടം പോലെ പ്രദേശമുണ്ട്, അത് അൻസാരികൾക്ക് മാത്രം അങ്ങ് വിഹിതിച്ചു കൊടുക്കാമെന്നൊരു ആശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുണ്ടായി. ആ ആശ തുറന്നു പറഞ്ഞു, മദീനക്കാരെ, ഈ ബഹ്റൈനിയിൽ നിന്ന് കിട്ടിയ സ്വത്തും അവിടുത്തെ ഭൂമിയും നിങ്ങൾക്ക് മാത്രം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മാത്രം അതിൽ നിന്നൊരു ഇഞ്ച് ഭൂമി, ഒരു ചാണ് ഭൂമി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് എന്ത് തരുന്നു, എത്ര തരുന്നു, അത്ര ഞങ്ങളുടെ മുഹാജിറുകളായ സഹോദരന്മാർക്ക് കൊടുക്കാതെ ഞങ്ങൾക്കത് വേണ്ട നബിയേ. ആ ആയത്തിറങ്ങാനുണ്ടായ കാരണം സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്റെ കാരണം, മദീന പള്ളിയിൽ പുണ്യനബി ഇരിക്കുമ്പോ ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹാജിറുകളിൽപ്പെട്ട ഒരു പട്ടിണിപ്പാവൻ നബിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അസ്വാബനിൽ ജഹദു, ദാരിദ്ര്യവും വിശപ്പും എന്നെ തളർത്തിയിരിക്കുന്നു. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവനാണു ഞാൻ നബിയെ. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, എനിക്ക് അധ്വാനിക്കാൻ ഇവിടെ ഒരു ഭൂമിയില്ല, എനിക്ക് കൃഷി അറിയില്ല. ഇത് കേട്ടപ്പോ മൊയ്ലേരിത് കേട്ടാല് ഉടനെ പിരിവിന് ആഹ്വാനം ചെയ്യും. അള്ളാന്റെ റസൂല് വെറും ആഹ്വാനം ചെയ്തില്ല, ഫഅർസല ഇലാ നിസാഇഹി, ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ വിട്ടു. ആളെ വിട്ടിട്ട് ചോദിച്ചു, ഓരോ ഹുജ്റയിലും അന്വേഷിക്കാൻ പറഞ്ഞു, എന്താ അവിടെ ഇരിപ്പുള്ളത്. സുബ്ഹാനല്ലാഹ്, ഫലം യജിദ് ഇൻദഹുന്ന ശൈആ. ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ് പ്രിയപ്പെട്ട സഹോദരാ. പുന്നാര നബിയുടെ വീടുകളിൽ ഒന്നും തന്നെ ഒരു നേരത്തെ അന്നം പോലും ഇരിപ്പില്ല. ഈ സഹോദരനെ കണ്ട് നബി ആളെ വിട്ടു, എന്റെ ഭാര്യമാരുടെ അടുക്കലൊന്ന് പോയി നോക്കൂ, വല്ലത് ഇരിപ്പുണ്ടോ. ഫലം യജിദ് ഇൻദഹുന്ന ശൈആ, ഒരു നേരത്തെ ഭക്ഷണം പോലും ആ വീട്ടിൽ എവിടെയില്ല. ഇങ്ങനെ ആയപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? നബി സദസ്യരോടായി ചോദിച്ചു, അലാ റജുലുൻ യുളയ്യിഫു ഹാദൽ ലൈല, ഈ പട്ടിണി പാവത്തെ അതിഥിയായി കൊണ്ടുപോകാൻ സന്നദ്ധനായ ആൾ ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? ഈ പാവത്തിന് ഇന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാൻ തയ്യാറുള്ളത് ആരാ? ഫഖാമ റജുലും മിനൽ അൻസാർ, മദീന നിവാസിയായ ഒരു സഹാബി എണീറ്റ് നിന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ റെഡിയാണ്, എനിക്ക് തരൂ അങ്ങയുടെ അതിഥിയെ.
നബി തങ്ങൾ കൈ പിടിച്ചു കൊടുത്തു. ഈ സഹോദരനെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു പോകുന്നു. വീടിന്റെ പൂമുഖത്ത് ഈ സഹോദരനെ ഇരുത്തിയിട്ട് വാതിലിൽ മുട്ടി. പ്രിയപ്പെട്ട ഭാര്യ വാതിൽ തുറന്നു. പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞു, ലൈഫു റസൂലില്ല, ലൈഫു റസൂലില്ല. ഈ വന്നത് ഒരു സാധാരണ അതിഥിയല്ല, അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു തന്ന അതിഥിയാണ്. അതുകൊണ്ട് മാനിക്കണം, മാന്യമായ സൽക്കാരം കൊടുക്കണമെന്ന് വീട്ടുകാരൻ ഭാര്യയോട് പറഞ്ഞപ്പോ ഫഖാലത്, ആ മഹ്ദി പറഞ്ഞത്, മാഇന്ദീ ഇല്ലാ ഖൂതുസ്സബിയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയിൽ ഇന്നുള്ളത് നമ്മുടെ പിഞ്ചു പൈതങ്ങൾക്കുള്ള അത്താഴം മാത്രമാണ്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങളും ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുകയില്ല. എന്റെ അടുക്കലുള്ളത്, വീട്ടിലുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചത് ഇല്ലാ ഖൂതുസ്സബിയാ, നമ്മുടെ പിഞ്ചു മക്കൾക്കുള്ള അത്താഴം മാത്രമാണ്. കുട്ടികൾക്കുള്ള കുറച്ച് ഭക്ഷണേ പോടുള്ളൂ, എന്തപ്പ ചെയ്യാ? ആ ധീരനായ സ്വഹാബി, പരാർത്ഥത മനസ്സിൽ നിറഞ്ഞ, അള്ളാഹുവിനോട് സ്നേഹം ഖൽബിൽ നിറച്ച അൻസാരി സ്വഹാബി പറഞ്ഞു, പെണ്ണേ, അതിന് നീ ബേജാറാകണ്ട, ഞാൻ വഴി പറഞ്ഞു തരാം. ഇദാ അറാദസ്സുബിയത്തു അൽ അശാ, നമ്മുടെ കുട്ടികൾ അത്താഴം ചോദിക്കാൻ തുടങ്ങിയാല്, ഉമ്മച്ചി ചോറ് വളമ്പിത്ത എന്ന് പറഞ്ഞാല്, ഫനവ്വിമീഹിം, കുറച്ച് കഴിഞ്ഞിട്ട് ചോറിന്ന, ഇപ്പച്ചിരി ഉറങ്ങാന്നും പറഞ്ഞിട്ട് അവരെ പതുക്കെ വിളിച്ചു കൊണ്ടുപോയി അറയിൽ കിടത്തി ഉറക്ക്. അവർക്ക് ഇന്ന് ഭക്ഷണം വേണ്ട, കാലി വയറായി കുഞ്ഞുങ്ങൾ ഇന്ന് ഉറങ്ങട്ടെ. അവർ ചോദിക്കും, അശാ ചോദിക്കും, അത്താഴം ചോദിക്കുമ്പോ ഫനവ്വിമീഹിം, അവരെ ഓമന വാക്കുകൾ പറഞ്ഞ് നീ കൊണ്ടുപോയി കിടത്തി ഉറക്കണം. എന്നിട്ട് നീ വിളക്കണക്കണം, വിളക്കൂതിക്കെടുത്തണം. എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന് നമ്മുടെ അതിഥിയുടെ മുന്നിൽ വെക്കണം. എന്തിനാ വിളക്ക് കെടുത്തുന്നത്? ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി അയാൾ അറിയരുത്. ഇത് കുറവാണെന്ന് ബോധ്യപ്പെട്ടാൽ തീറ്റ കുറച്ചാലോ, വീട്ടുകാർക്ക് ഉണ്ടാവില്ലല്ലോ എന്ന പേടി വന്നാലോ, അതുകൊണ്ട് വിളക്കങ്ങ് അണച്ചു കളഞ്ഞ് നമ്മുടെ അതിഥിയുടെ മുന്നിൽ മക്കൾക്ക് വെച്ച അത്താഴം കൊണ്ടുവന്ന് വെക്കൂ. ആ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്തു. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം ഈ അതിഥി സൽക്കാരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ അൻസാരി സ്വഹാബി പുണ്യ നബിയുടെ പള്ളിയിലെത്തിയപ്പോ, പുന്നാര നബിയുടെ മുന്നിലെത്തിയപ്പോ കേട്ടത് ആകാശത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്, ഒരു വഹയിന്റെ വാർത്തയാണ് കേട്ടത്. എന്താണ്? അള്ളാന്റെ റസൂൽ അറിഞ്ഞു ഈ സൽക്കാരം. അതെങ്ങനെ? ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, വഹയിന്റെ വാർത്ത വന്നു. ഈ സൽക്കാരം അല്ലാഹു ഖബൂലാക്കി. എല്ലാം കാണുന്ന നാഥൻ ഈ ത്യാഗം കണ്ടു. ഈ സ്വഹാബിയെ കണ്ടപ്പോ പറഞ്ഞു, അതിഥിയെ സൽക്കരിച്ച സ്വഹാബിയെ കണ്ടപ്പോ പുണ്യനബി പറഞ്ഞു, സഹോദരാ ഇവിടെ വരൂ. ഇന്നല്ലാഹ ലഖദ് അജബല്ലാഹു അസ്സ വജല്ല ഔ ലഹിഖല്ലാഹു അസ്സ വജല്ല മിൻ ഫുലാനിൻ വഫുലാനാ. ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്ത നന്മ കണ്ടിട്ട്, ഇന്നലെ രാത്രിയിലെ നിങ്ങളുടെ അതിഥി സൽക്കാരം കണ്ടിട്ട്, ലഖദ് അജബല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ലഹിഖല്ലാഹു അസ്സ വജല്ല, അർശെന്ന സിംഹാസനത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം കണ്ട അള്ളാഹുവിന് അത്ഭുതമായി. ആ അള്ളാഹ് ചിരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് അറിയിച്ചു കൊടുത്തത്. എന്തുകൊണ്ട് ഇവർക്ക് ഇതിന് കഴിഞ്ഞത്? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അവരങ്ങനെയൊക്കെ ചെയ്തോ മൗലവി? പോരാ, എന്തുകൊണ്ട് അവർക്കതിന് സാധിച്ചു? നമ്മളെ കുട്ടികള് അല്ലെ, അവരെ പട്ടിണിക്ക് കിടക്കുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മനസ്സിലായി. എന്റെ കുഞ്ഞൊരു നേരെ കഞ്ഞി കിട്ടാതെ ഉറങ്ങണേ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു വാപ്പാക്കും പറ്റൂല, ഒരു രക്ഷിതാവിനും പറ്റൂല. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങട്ടെ, അവര് പട്ടിണി കിടക്കട്ടെ, ദാഹം സഹിക്കട്ടെ, എന്നിട്ട് എന്റെ അതിഥിക്ക് വയറ് നിറക്കാനുള്ള അവസരമുണ്ടാകട്ടെ. ഇത് തെറ്റല്ലേ ഇസ്ലാമിക വീക്ഷണത്തിൽ? അവിടെ ഒരു ചോദ്യം, അള്ളാനോടുള്ള സ്നേഹത്തിന് എന്താ അതിർവരമ്പ്? സ്നേഹത്തിനൊരു അതിർവരമ്പില്ല. നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ വല്ല അതിർവരമ്പുണ്ടോ? ഇത്രയേ സ്നേഹിക്കാവൂ, ഇന്നത് ചെയ്യാവൂ ഒന്നൊന്നുമില്ലല്ലോ. വിലക്കപ്പെട്ട ചില സംഗതി നെസ് പറഞ്ഞിട്ടുണ്ട്, അതങ്ങോട്ട് മാറി നിന്ന ബാക്കി ആ സ്നേഹബന്ധത്തിന് തലങ്ങളില്ല, പരിധിയില്ല. അല്ല, അതാണല്ലോ സ്നേഹം അല്ലേ? എന്തുകൊണ്ട് ഇവർക്ക് ഇതിനെ സാധിച്ചു? അവരെ ഖൽബിൽ നിറയെ റബ്ബിനോടുള്ള മഹബത്തായിരുന്നു. ആ റബ്ബിനോടുള്ള താല്പര്യത്തിൽ
സൗന്ദര്യത്തിന്റെ മുന്നിൽ ധനം അവർക്ക് പുല്ലുവിലയാണ്. ധനത്തിനൊരു വില അവർ കൽപ്പിച്ചില്ല. അല്ലെങ്കിലും എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയം അത്. വെള്ളിയാഴ്ചയാണല്ലോ ഇത്, തഖ്വയാണല്ലോ ഇന്നത്തെ പ്രമേയം അല്ലെ? ഖുതുബയുടെ പ്രമേയം തഖ്വയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നന്നായി ചർച്ച ചെയ്യുന്നത് വിടാതെ ഇതിന്റെ പിറകെ തന്നെ ഞാൻ കൂടിയത് ഇതാണ്. എന്തുകൊണ്ട്? നമ്മുടെ തഖ്വ ഒന്ന് ക്ലിയർ ആകണം, നമ്മുടെ ഭക്തി ഒന്ന് ക്ലിയർ ആകണം, നമ്മുടെ ഈമാൻ ഒന്ന് പൂർണ്ണമായി കിട്ടണം. അതിന് മഹബ്ബത്തിന്റെ അനിവാര്യത വളരെ പ്രസക്തമായതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിലും അവന് ആനന്ദം ഉണ്ടാകൂല, മറ്റൊന്നിലും അവന് സന്തോഷം ഉണ്ടാവൂല. ബിരിയാണി കിട്ടിയാലും അതിനപ്പുറത്ത് കോടികൾ കിട്ടിയാലും അതിലൊന്നും അവന് സന്തോഷം ഉണ്ടാവൂല. ആർക്ക്? അള്ളാഹുവിനെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച ആൾക്ക്. രാജ്ഞിയായ സുലൈഖ ബീവി, സൗന്ദര്യത്തിന്റെ നിറകുടമായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രേമിച്ച സംഭവം ഖുർആൻ പറഞ്ഞതാണല്ലോ. ആ സൗന്ദര്യത്തിന്റെ മാസ്മരിക ശക്തിയിൽ സുലൈഖ മതിമറക്കുകയും സുബോധം നഷ്ടപ്പെടുകയും വരെ ഉണ്ടായി. അങ്ങനെ യൂസുഫ് നബിയുടെ വസ്ത്രത്തിൽ കേറി പിടിക്കുക വരെ ഉണ്ടായി. എന്നിട്ടോ യൂസുഫ് നബിയെ പ്രാപിക്കാൻ അവർക്ക് കിട്ടിയില്ല, അല്ലേ? കിട്ടിയില്ലല്ലോ. കുറെ നാളുകൾ കഴിഞ്ഞ് അസീസ് രാജാവിന്റെ കാലശേഷം, സുലൈഖയുടെ ഭർത്താവായ അസീസ് രാജന്റെ കാലശേഷം, നിയമാനുസൃതം നിയമപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ സുലൈഖയെ യൂസുഫ് നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചു. പിന്നെ കല്യാണം കഴിക്കലുണ്ടായി, അല്ലേ? കല്യാണം കഴിച്ച നാളുകളിൽ സുലൈഖ പഴയ സുലൈഖയല്ല. അന്ന് കുപ്പായത്തിൽ കേറി പിടിച്ച സുലൈഖയാണെങ്കിൽ അന്ന് യൂസുഫിനോടുള്ള അനുരാഗം മൂത്തിട്ട് ഖദ് ശഗഫഹാ ഹുബ്ബാ. അല്ലാഹുവിന്റെ കലാം ഖുർആൻ പോലും ആ യൂസുഫിനോടുള്ള അനുരാഗത്താൽ സുലൈഖയുടെ സമനില തെറ്റിപ്പോയി എന്ന് ഖുർആൻ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലയിലുള്ള സുലൈഖയെ അല്ല യൂസുഫ് നബി കല്യാണം കഴിച്ചത്. അന്ന് അത്ര വലിയ പ്രേമുണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചപ്പോ യൂസുഫ് നബിയോട് വലിയ താല്പര്യമൊന്നുമില്ല. യൂസുഫ് നബിന്റെ അടുത്തേക്ക് പോകാനോ പഴയതുപോലെയുള്ള ആശയൊന്നും ഈ സുലൈഖ ബീവിക്കില്ല. എന്താ കാരണം? യൂസുഫിനേക്കാൾ വലിയ ഒരു സുന്ദരനെ പരിചയപ്പെട്ട് അവർ പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു. അതന്നെ, യൂസുഫിനേക്കാൾ സുന്ദരനായ സുമുഖനായ ഒരാളെ സുലൈഖ, ഒരാളെയല്ല ഒന്നിനെ സുലൈഖ പരിചയപ്പെട്ട് പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു. യൂസുഫ് അതീവ സുന്ദരനാണെങ്കിലും മാനുഷികപരമായ കുറവുകളൊക്കെ യൂസുഫ് നബി അലൈഹിസ്സലാമിനും ഉണ്ടായിരുന്നു, അല്ലെ? രാവിലെ ടോയ്ലറ്റിൽ പോകാതെ ജീവിക്കാൻ പറ്റുമോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭർ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ പറഞ്ഞ ഏത് സുന്ദരിയാണെങ്കിലും ഏത് സുന്ദരനാണെങ്കിലും ആന്തരികമായി ഒരുപാട് വൃത്തികേടുണ്ടാവും. മനുഷ്യ സഹജമായി അങ്ങനെയാണ്. എന്നാൽ ഒരു കുറവുമില്ലാത്ത, ഒരു പോരായ്മയുമില്ലാത്ത അതീവ സുന്ദരനായ, സൗന്ദര്യത്തിന്റെ എല്ലാമായ ഒന്നിനെ സുലൈഖ കണ്ടെത്തി പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു. അതാരാ? അവന്റെ പേരാണ് വദൂദ്, അവന്റെ പേരാണ് റഹ്മാൻ, അവന്റെ പേരാണ് റഹീം, അവന്റെ പേരാണ് അല്ലാഹ്. ഈ അള്ളാനെ കണ്ട് സുലൈഖ ബീവി, അള്ളാനെ കണ്ട് അള്ളാനെ പ്രേമിക്കാൻ തുടങ്ങി സുലൈഖ ബീവി. ഇങ്ങനെ എന്ത് പറ്റി? ഇന്ന സുലൈഖ ലമ്മാ ആമനത് വതസവ്വജത് ബിഹാ യൂസുഫ് അലൈഹിസ്സലാം. സുലൈഖ ബീവി മുഅ്മിനത്തായി, പൂർണ്ണ വിശ്വാസിയായി. പിന്നെ അവർക്കിടയിലെ യൂസുഫ് നബിയുടെയും സുലൈഖ ബീവിയുടെയും കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആയപ്പോ ഇൻഫറദത് അൻഹു, സുലൈഖ ബീവി യൂസുഫിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴും ഇബാദത്തിന്റെ ചിന്ത തന്നെ. അല്ലാഹുവിലേക്ക് അങ്ങ് മുറിഞ്ഞു ചേർന്നു, അലിഞ്ഞു ചേർന്നു സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ. അള്ളാഹിനോട് യൂസുഫിനെ ഒരു വാക്ക് സംസാരിക്കാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടി സമരം ചെയ്ത സുലൈഖയ്ക്കിപ്പോ യൂസുഫിനെ വീട്ട് സംസാരിക്കാൻ നേരല്ല. ആ നേരം റബ്ബിനോട് സംസാരിക്കാനും റബ്ബിനോട് മുനാജാത്തിൽ കഴിയാനുമുള്ള ആനന്ദം യൂസുഫ് നബിനെ പിന്നെ വേണ്ട.
ഇങ്ങനെ ആയപ്പോ ഫകാന യൂസുഫ് അലൈഹിസലാം യദ്ഉഹാ ഫിന്നഹാരി ഇലാ ഫിറാശിഹി, പകൽ സമയത്ത് സുലൈഖ ബീവിയെ വിളിക്കും, വിരിപ്പിലേക്ക് വിളിക്കും, കൂടെ ശയിക്കാൻ വേണ്ടി വിളിക്കും. വിളിക്കുമ്പോ ഫതുദാഫിഉഹു ഇലൽ ലൈൽ, പകൽ സമയത്ത് സുലൈഖ ബീവി ഭാര്യയല്ലേ വിരിപ്പിലേക്ക് വിളിക്കുമ്പോ ഫതുദാഫിഉഹു ഇലൽ ലൈൽ, രാത്രിയാകട്ടെ ഇപ്പൊ എനിക്ക് ഒഴിവില്ല എന്ന് പറയും. രാത്രിയിൽ വിരിപ്പിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ വിളിച്ചാൽ ഇന്ന് രാത്രി പറ്റൂല, നാളെ ആകട്ടെ. ഇങ്ങനെ കളിപ്പിച്ചപ്പോ സുലൈഖ ബീവിയുടെ മനസ്സിലൊരു വേദന വന്നു. ന്യായമായ നിലയിൽ പണ്ട് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചതുപോലെയല്ലല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതും ബന്ധപ്പെടുന്നതും. അതുകൊണ്ട് കാര്യം അങ്ങ് തുറന്നു പറയാം. യാ യൂസുഫ് വിളിച്ചിട്ട് പറഞ്ഞു. സുലൈഖ ബീവി പറഞ്ഞു, പഴയ യജമാനത്തി ഇന്ന് ഭാര്യയാണ്, സഹധർമ്മിണിയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, യാ യൂസുഫ് ഇന്നമാ കുന്തു ഉഹിബ്ബുക ഖബ്ല അൻ അഅരിഫ റബ്ബി. യൂസുഫേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, നിങ്ങളോടുള്ള അനുരാഗം മൂത്തിട്ട് എനിക്ക് ഭ്രാന്തായിരുന്നു. കാര്യമൊക്കെ ശരിയാ. അത് സ്നേഹിച്ചത് എന്നാന്നറിയോ? ഖബ്ല അൻ അഅരിഫ റബ്ബി, എന്റെ നാഥനെ ഞാൻ അറിയുന്നതിന്റെ മുമ്പാണ് ഞാൻ ആ പരാക്രമവും ഭ്രാന്തൊക്കെ കാണിച്ചത്. ഇന്നിപ്പോൾ ഞാൻ എന്റെ ഉടമസ്ഥനെ അറിഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ലാ ഉരീദു ബിഹി ബദലാ, ആ റബ്ബിനു പകരം ആ റബ്ബിന്റെ സ്ഥാനത്ത് ഒന്നിനെയും എനിക്ക് ആവശ്യമില്ല, ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യൂസുഫേ, താങ്കൾ എന്റെ ഭർത്താവാണ്. എനിക്കെന്തോ ഒരു വിരക്തി തോന്നുന്നു, എനിക്കൊരു ആശ തോന്നുന്നില്ല. എന്റെ ആശ മുഴുവൻ റബ്ബിനോട് മുനാജാത്ത് നടത്താനാണ്. നിങ്ങളുടെ സൗന്ദര്യം പടച്ച റബ്ബാണല്ലോ അവൻ, ഞാൻ അവനെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ അവനെ പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, സുലൈഖ അതിനെന്തിനാ ബേജാറാകുന്നത്? ഇന്നല്ലാഹ അമറനീ ബിദാലിക, ഞാൻ വിളിക്കുന്നത് എന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് നീ തെറ്റിദ്ധരിച്ചോ? അല്ല, ഇന്നല്ലാഹ അമറനീ ബിദാലിക, പടച്ചവന്റെ കൽപ്പന ഉണ്ട് അങ്ങനെ ഞാനും നീയും ഒന്നിച്ച് ജീവിക്കണമെന്ന്. വഅഖ്ബറനി, റബ്ബ് എന്നോട് പറഞ്ഞു, വിവരം തന്നു, അന്നഹു മുഖ്രിജും മിൻകി വലദൈനി വജാഇലുഹുമാ നബിയൈനി. അല്ലാഹ് എനിക്ക് വിവരം തന്നാന്താ, ഞാനും നീയും ഒന്നിച്ച് ജീവിക്കുമ്പോ നമുക്ക് 2 കുസുമങ്ങൾ ജനിക്കും, ആ കുട്ടികളെ നബിയാക്കും എന്നൊക്കെ അള്ളാഹു എനിക്ക് വിവരം തന്നിട്ടുണ്ട്. ആ റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഫഇൻദഹാ സകനത്ത് ഇലൈഹി, എന്റെ ഉടമസ്ഥൻ അങ്ങനെ തീരുമാനമുണ്ടോ? ഞാൻ റെഡി, എനി ടൈം റെഡി. മഹദിയായ സുലൈഖ ബീവി, മഹത്തുക്കളായ ആളുകൾ മുഖറബുകൾ ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി. കാരണം ഇവിടത്തെ സുഖത്തിന് നിലനിൽപ്പില്ലല്ലോ, നൈമിഷിക സുഖമാണല്ലോ ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ കിട്ടാനുള്ളത് അല്ലേ. അവരാശിക്കുന്നത് അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ പരമാനന്ദമാണ്, അവന്റെ സ്വർഗത്തിലെ അനശ്വരമായ സൗഖ്യങ്ങളാണ്. അങ്ങോട്ടെത്താനുള്ള പരിശ്രമമാണ് എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടത്. അള്ളാഹു അത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാനെ സ്നേഹിച്ച ആൾക്കൊരു ഇഷ്ടം ഉണ്ടാവൂല. അള്ളാന്റെ ഇഷ്ടം എന്തോ, അള്ളാന്റെ സന്തോഷം എന്തോ, അള്ളാന്റെ കൽപ്പന എന്തോ അതായിരിക്കും മുഹിബിന്റെ സന്തോഷം. ഇതൊരു പാഠമാണ്. ഇനി പറയാണ്ട് ഇനിയും കുറെ വിഷയങ്ങൾ ഈ വിഷയകമായിട്ട് പറയാണ്ട്. ഇപ്പൊ 2 അടയാളങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കിതാബുകളിൽ നോക്കി കണ്ടെത്തിയ 8 അടയാളങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്ലിസീങ്ങളായ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി, ഇമാം ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. This program sponsored by മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ. പുരുഷ വസ്ത്രങ്ങളുടെ സെലക്ഷൻ സമ്പൂർണതയുമായി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മേളം മെൻ സ്റ്റുഡിയോ, മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ.